അടുത്ത ടോപ്പിക്ക് ഈ എററുകൾ എങ്ങനെ റെക്ടിഫൈ ചെയ്യും. സത്യത്തിൽ ഇതൊരു പ്രാക്ടിക്കൽ ടോപ്പിക്കാണ്. നമ്മൾ എക്സാമിന് ഇപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഞാൻ കാണിച്ചു തരാം. ഈവൻ ഇഫ് ദർ ഈസ് ഓൺലി എ വെരി സ്മോൾ ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ്, ഇറ്റ് മസ്റ്റ് ബി ലൊക്കേറ്റഡ് ദ ഫോളോയിങ് സ്റ്റെപ്സ് വിൽ യൂസ്ഫുൾ ടു ലൊക്കേറ്റിംഗ് ദ എറർ. അങ്ങനെ പറഞ്ഞ് ട്രയൽ ബാലൻസ് ഉണ്ടാക്കി. അപ്പോൾ ഒരു 20 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. നിങ്ങളെന്താ ചെയ്യുക? നിങ്ങളങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ അല്ലേ? നിങ്ങൾ ജേണൽ ലെഡ്ജർ ഫൈനൽ അക്കൗണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലേ? ജേണൽ ഉണ്ടാക്കി ട്രയൽ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്ത് ട്രയൽ ബാലൻസ് പിന്നെ ഫൈനൽ അക്കൗണ്ട് വരെ ഉണ്ടാക്കിയിട്ടില്ലേ? ഞാനൊരു PDF ടീച്ചർക്ക് അയച്ചു കൊടുത്തിരുന്നു കുറച്ച്. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് എന്താ ചെയ്തിരുന്നോ നിങ്ങൾ? രജിത മിസ് ഒരു നിങ്ങൾക്ക് തന്നിരുന്നോ PDF? ഇല്ലേ? കുറേ ട്രാൻസാക്ഷൻ മാത്രമായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ടാലി ആവുമോ? തെറ്റ് വരാറില്ലേ? ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പറഞ്ഞാൽ മതി. ആദ്യം ഒന്നുകൂടെ കൂട്ടി വെക്കും ട്രയൽ ബാലൻസ് അല്ലേ? പിന്നെ ഒന്നുകൂടെ കൂട്ടി വെക്കും. ശരിയാവില്ല എന്ന് ഉറപ്പിച്ച് പിന്നെ എന്ത് ചെയ്യും? വെട്ടിക്കളയും. മൊത്തം ട്രയൽ ബാലൻസ് വെട്ടിക്കളയും. ഓനാണെങ്കിൽ മൊത്തം വെട്ടിക്കളയും, ഒക്കെ കീറും. എന്നിട്ട് ആദ്യം മുതൽ എന്ത് ചെയ്യും? ജേണൽ ചെയ്തിട്ട് പോകും അല്ലേ? അതൊരു മെത്തേഡ്. ഓക്കെ, അടുത്ത പിന്നെന്ത് ചെയ്യുക? നിങ്ങൾ പറയടാ. നിങ്ങൾ പോസ്റ്റിങ് കറക്റ്റ് അല്ലേ നോക്കും. അത് ആദ്യം അതിന് മുൻപ് എന്ത് ചെയ്യും? ജേണൽ കറക്റ്റ് അല്ലേ നോക്കണ്ടേ? അപ്പോൾ ട്രാൻസാക്ഷൻ നോക്കി ജേണൽ കറക്റ്റ് അല്ലേ നോക്കണം. ജേണൽ നോക്കി ജേണൽ എന്ത് ചെയ്യും? എവിടേക്ക് പോകണം? പോസ്റ്റ് ചെയ്ത് കറക്റ്റ് അല്ലേ നോക്കണം. ഫോർ എക്സാമ്പിൾ ക്യാഷ് അക്കൗണ്ട് ക്യാപിറ്റൽ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കുക ക്യാഷ് 2 ക്യാപിറ്റൽ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ എമൗണ്ട് കറക്റ്റ് അല്ലേ നോക്കണം. ബൈ എന്ത് ചെയ്യണം? ക്യാഷിന് ക്യാപിറ്റൽ എഴുതണം, അതിൻ്റെ എമൗണ്ട് കറക്റ്റ് അല്ലേ നോക്കണം. അങ്ങനെ പോസ്റ്റിംഗ് കറക്റ്റ് അല്ലേ എന്ന് ഉറപ്പ് വരുത്തി ഓക്കെ പോസ്റ്റിംഗ് കറക്റ്റാണ്. വേണമെങ്കിൽ ഒരു ടിക്കിയൊക്കെ ചെയ്യാം. ജേണലൊന്ന് എടുത്ത് അതിന് രണ്ടും പോസ്റ്റ് ചെയ്ത് കറക്റ്റാണ്. പിന്നെ അടുത്ത പരിപാടി എന്താ? ഓരോ ലെഡ്ജർ എടുത്തിട്ട് അതെന്ത് ചെയ്യുക? ബാലൻസ് ചെയ്ത് കറക്റ്റ് അല്ലേ നോക്കുക അല്ലേ? എന്നിട്ട് അപ്പോൾ നമുക്ക് ഏകദേശം എന്തെങ്കിലും സാധനം കിട്ടേണ്ടതാണ്. നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യാറില്ല. ചിലപ്പോൾ നമ്മൾ മെയിനായിട്ട് എവിടെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത കൂടുതൽ വരുന്നതായിട്ടുള്ളത് എവിടെയാണ്? ക്യാഷിൻ്റെ അക്കൗണ്ടാണ്. അതിലാവും കൂടുതലും സാധ്യത. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നോക്കും. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്? സ്റ്റെപ്പ് 1, ദ 2 column ഓഫ് ട്രയൽ ബാലൻസ് ഷുഡ് ബി ടോട്ടൽ എഗെയിൻ അല്ലേ? ഇതന്നെയല്ല നമ്മൾ ചെയ്യുന്നത്. ഇതിനടുത്തേതാ? ഇറ്റ് ഷുഡ് ബി സീൻ ദാറ്റ് ദ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ഹാവ് ബീൻ റിട്ടേൺ ഇൻ ദ ട്രയൽ ബാലൻസ്. ക്യാഷും ബാങ്കും ഒക്കെ എവിടെ എഴുതിയിട്ടില്ലെന്ന് നോക്കണം. ഈ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ചെയ്ത നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതാണ് നമ്മുടെ സ്റ്റെപ്പുകൾ. ഓക്കെ, ദെൻ ദ ലെഡ്ജർ ബാലൻസ് ഷുഡ് ബി ബാലൻസ്ഡ് അഗെയിൻ. ഓക്കെ, അതിൽ നല്ലത് ആദ്യം പോയിട്ട് നമ്മൾ പറഞ്ഞ പോലെ ജേണൽ മുതൽ ഇങ്ങനെ നോക്കിയവരില്ലല്ലേ അല്ലേ? ഓക്കെ, പക്ഷെ അതിന് സമയം എടുക്കും. അതുകൊണ്ട് ഇവർ പറഞ്ഞ് തിരിച്ച് ബാക്കിലോട്ട് പോവാം, ലെഡ്ജർ ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ കറക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. എന്നിട്ടും കറക്റ്റ് ആവാൻ സാധ്യതയില്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക? പോസ്റ്റിങ്ങിലേക്ക് പോവുക. എന്നിട്ടും കറക്റ്റ് ആവാൻ സാധ്യതയില്ലെങ്കിൽ എവിടേക്ക് പോവുക? ജേണൽ. ഇവിടുന്ന് ഇവർ ബാക്കിൽ നിന്ന് അങ്ങോട്ട് പോകണം, നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് വന്നത്. ദെൻ അടുത്തതാ? ദ ഡിഫറൻസ് ഈസ് വെരി ബിഗ്. ദ ബാലൻസ് ഓഫ് വാരിയസ് അക്കൗണ്ട് ഷുഡ് ബി കമ്പയർഡ് വിത്ത് ദ കറസ്പോണ്ടിങ് അക്കൗണ്ട് ഇൻ ദ പ്രീവിയസ് പീരീഡ്. ഇപ്പോൾ പോസിബിൾ അല്ല. ദെൻ ഇഫ് ദർ ഈസ് എ സ്റ്റിൽ ഡിഫറെൻറ്റ് ട്രയൽ ബാലൻസ് ഉണ്ടെങ്കിൽ പോസ്റ്റിംഗ് ഓൾ ദ എൻട്രീസ് ഇൻക്ലൂഡിംഗ് ദ ഓപ്പണിംഗ് ഷുഡ് ബി ചെക്ക്ഡ്. ഓക്കെ, ഇത് അവരുടേതായ തിയറിയിലൊന്ന് പറഞ്ഞാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തിയറി അല്ലെങ്കിൽ അതിനൊന്ന് നോട്ടായിട്ട് എഴുതി വെച്ചാൽ ഇതിനെന്തായി? ആൻസറായി. ചെറിയൊരു ടോപ്പിക് കൂടെ പറയാം. ടേംസ് യൂസ്ഡ് ഇൻ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ഇവിടെ ഉപയോഗിക്കുന്ന കുറച്ച് ടേംസ് ഉണ്ട്. ഒന്നേതാ? എറർ. പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇറ്റ് ഈസ് ആൻ അൺഇൻറ്റൻഷണൽ ആണ്. റെഫേഴ്സ് ടു ദ മിസ്റ്റേക്ക് ആണ് കമ്മിറ്റഡ് ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് പ്രോസസ്. ദെൻ ഫ്രോഡിൻ്റെ പ്രത്യേകത എന്താ? ഇൻറ്റൻഷണലാണ്, കരുതിക്കൂട്ടി ചെയ്യുന്നത്. അടുത്ത് കാസ്റ്റിംഗ്. നല്ല രസമുള്ളൊരു ടേമാണ്. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ ടോട്ടൽ ഇൻ ജേണൽ ലെഡ്ജർ ട്രയൽ ബാലൻസ്. ദർ ആർ 2 types. ഓവർ കാസ്റ്റിംഗ് ഉണ്ട്, പിന്നെ ഇതുണ്ട് അണ്ടർ കാസ്റ്റിംഗ് ഉണ്ട്. അപ്പം നോക്കൂ ശ്രദ്ധിക്കും. നമ്മൾ ക്യാഷ് ബുക്കിൽ അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ടിൻ്റെ റിസീപ്റ്റ് സൈഡിലുള്ള ഐറ്റംസ് ഇങ്ങനെ ആഡ് ചെയ്ത് പോലെ ഇങ്ങനെ ഈ ആഡ് ചെയ്യുന്നതിന് എന്ത് പറയാം? കാസ്റ്റിംഗ് എന്ന് പറയും.
അപ്പോൾ ഈ ആഡ് ചെയ്തത് ശരിക്കും ആഡ് ചെയ്താൽ കിട്ടേണ്ടത് എത്രയാണ് 9,000 പക്ഷെ ടോട്ടൽ ചെയ്ത് വന്നപ്പോൾ എത്ര കിട്ടി? 90,000 കിട്ടി. അങ്ങനെ ആവണമെന്നില്ല, ഒരു എമൗണ്ട് കിട്ടി എക്സാമ്പിൾ. അതിന് നമ്മളെന്ത് പറയും? ഓവർ കാസ്റ്റിംഗ്. ശരിക്കും വേണ്ടതിനേക്കാൾ കൂടുതൽ ആഡ് ചെയ്ത് കിട്ടിയാൽ ഏതാണ്? ഓവർ കാസ്റ്റിംഗ്. ശരിക്കും വേണ്ടതിനേക്കാൾ കുറവ് ആഡ് ചെയ്ത് കിട്ടിയാൽ ഏതായി? അണ്ടർ കാസ്റ്റിംഗ് ആണ്. അതാണ് ആക്ച്വൽ 10 ഉള്ളത്. ടോട്ടൽ ചെയ്തപ്പോൾ എത്രയും ഇത് ബാലൻസിങ് ഒക്കെ നമുക്ക് അറിയുന്ന സാധനമല്ലേ. ഓക്കെ, ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ ബാലൻസ് ഓഫ് ലെഡ്ജർ.